CPM-ന് അകത്തായിരുന്നാലും CPM-ന് ഇഷ്ടമില്ലാത്ത കാലത്തായിരുന്നാലും പിണറായിയുടെ ചാട്ടവാറുകൾക്കിടയിലായിരുന്നാലും VS-ന് ഒരൊറ്റ മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ, അത് അനീതിയെ എതിർക്കുക എന്നുള്ളത്. മനുഷ്യനായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനീതിയെ എതിർത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്ത് പൊതുപ്രവർത്തനം? മറ്റത് മുഴുവൻ കൊള്ളയാണ്. നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കുന്നതിന്റെ പേരായിട്ട് പൊതുപ്രവർത്തനം മാറിയത് ഈ അടുത്ത കാലത്താണ്. VS അച്യുതാനന്ദന്റെ ഈ മരണം വരെ അദ്ദേഹത്തെ ഒന്നും അത് ബാധിച്ചിട്ടില്ല. എന്തിന് മനുഷ്യനെ ഭയപ്പെടണം? നിങ്ങളൊരു പൊതുപ്രവർത്തനമായിരിക്കും, എന്തിനാണ് മനുഷ്യനെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചീഞ്ഞഴുകി അതിന്റെ ഏറ്റവും വലിയ ദുർഗന്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സമയത്ത് നമ്മളിവിടെ കൂടിച്ചേരുന്നത്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നേപ്പാളിൽ കാണുന്നില്ലേ, കമ്മ്യൂണിസ്റ്റുകാരെ വീട് ചുട്ടുകളയാണ് കുട്ടികൾ ചേർന്നിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾ കത്തിക്കുകയാണ്. ഒരു മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നമ്മൾ ബഹുമാനപ്പെട്ടാണെന്ന് കാണുന്നില്ല. 5 വർഷത്തെ പണി നമ്മൾ തീരുമാനിച്ചേൽപ്പിക്കുന്നവൻ ആരോ അവനാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും ആയിരിക്കുന്നത്. പക്ഷെ VS-ന്റെ ഓർമ്മ കേരളത്തിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കപ്പെടേണ്ടതാണ്. ഞാൻ കേരളം എന്നാണ് പറയുന്നത്, ഞാനൊരു പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്. പാർട്ടികളുടെ കാര്യം സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു ജനത അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി ഉണ്ടാക്കി തീർക്കുന്ന ജനങ്ങളുടേതായിട്ടുള്ള അസോസിയേഷൻസ് മാത്രമാണ്. ഇത് കേരളത്തിൽ ഇപ്പോഴും ആളുകൾ ഓർക്കാത്ത വളരെ സരളമായ സത്യമാണ്. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു നാട്ടിലെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിന് കുറച്ചുകൂടി അർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി അവർ ഓരോരുത്തരും ഒരു ആദർശത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ പുറത്തുണ്ടാക്കി തീർക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മകളാണ് രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത്. ഇത് കണ്ണൂരിൽ തീരെ ഇല്ല ഈ ബോധം ഇപ്പൊ. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒട്ടും ഉണ്ടാവില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഒട്ടും ഉണ്ടാവില്ല, തിരുവനന്തപുരത്ത് അത് ഒട്ടും ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരത്താണ് അധികാരമൊക്കെ ഉള്ളത്. അതാണ് അതിന്റെ പ്രശ്നം. തിരുവനന്തപുരത്തെ കണ്ണൂരുകാർ ഭരിക്കുന്നത്. നേരത്തെ ഞാൻ കേട്ട രാവിലെ, ഞാനൊരു കണ്ണൂരുകാരനാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഒരു കണ്ണൂരുകാരനാണ് എന്നുള്ള എനിക്ക് വലിയ അഭിമാനമുണ്ട്. അപ്പോൾ നേരത്തെ രാവിലെ വന്നപ്പോൾ എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് കണ്ണൂരുകാരാണ് തിരുവനന്തപുരം ഭരിക്കുന്നത് എന്നാണ്. അത് തിരുവനന്തപുരത്തുകാർ സമ്മതിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഉണ്ടാക്കിയ സ്ഥലമാണ്. ഇപ്പൊ VS-നെ നമ്മൾ എങ്ങനെയാ ഓർക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ എനിക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിമതൻ ആരാണെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനെ പോലെ ഒരു രാഷ്ട്രീയ വിമതനെ കേരളം ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി കാണാൻ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ VS എന്നാ ചെയ്തതെന്നാണ്, ആ കസേരക്കെതിരായിട്ടുള്ള പണികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ തുടക്കം ശ്രീനാരായണനാണ്. കുറെ പേര് സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയാൻ ഞാൻ പുറപ്പെടുന്നില്ല. തുടക്കം കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിലാണ്. തിരുവനന്തപുരത്തുകാരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ഗുരു ഒരു തിരുവനന്തപുരക്കാരനാണ്, ചെമ്പഴന്തിക്കാരനാണ്. അതാണ് ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ഒരാളല്ല, അദ്ദേഹം ഒരു ചെമ്പഴന്തിക്കാരനാണ്, അദ്ദേഹം ഒരു തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹമാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ വിമതൻ. എല്ലാ കാലത്തെയും ലക്ഷണയുക്തനായിട്ടുള്ള വിമതൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. എനിക്കൊരു സംശയമില്ല. ഞാൻ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറിച്ചല്ലേ പറയുന്നത്, അത് വേറൊന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുകയും അദ്ദേഹത്തെ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ പരിചയപ്പെടുന്നത് പത്മാസനം, സുഖാസനം പോലുള്ള ഒരു ആസനത്തിൽ. ഇപ്പൊ യോഗാസനത്തിനൊക്കെ വലിയ മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരാൾ അത് ഏറ്റെടുത്തോടുകൂടി യോഗാസനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്നുള്ള വിചാരത്തിലാണ് നമ്മുടെ മധ്യവർഗം മുഴുവൻ ഉള്ളത്. വാസ്തവത്തിൽ യോഗാസനത്തിലൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് അറിഞ്ഞിരുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. യോഗാസനം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. സന്യാസിയായിരുന്നു ആണ്, നോക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരു യോഗാസനത്തെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗുരു പത്മാസനത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സുഖാസനത്തിൽ ഇരിക്കുന്ന ഒരു പടമാണ് വ്യാപകമായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ്. അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, പലകുറി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. കേരളത്തിന്റെ പുറത്ത് കർണാടകത്തിലും തമിഴ്നാട്ടിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അതിന് പുറത്ത് കടലും കടന്ന് ശ്രീലങ്കയിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലായ്പ്പോഴും അവിശ്രമം സഞ്ചരിച്ചുകൊണ്ടിരുന്ന, ഒരു കൊടുങ്കാറ്റ് കണക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന, ഈ ഐക്യത്തിനും അനാചാരങ്ങൾക്കും അങ്ങനെ ഈ പറയുന്ന നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഹിന്ദുവിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കുമെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ വീശി അടിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ശ്രീനാരായണ ഗുരു. ഇതാണ് കേരളത്തിന്റെ വിമതത്വത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്, അത് മുന്നോട്ട് പോകുന്നതും തിരുവനന്തപുരത്തു നിന്നാണ്.
രണ്ടാമത്തെ ആള് തൊട്ട് പുറകെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അയ്യങ്കാളി എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരം വെങ്ങാനൂരുകാരനാണ്. അതാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഇത് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത്. VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ വിമതത്വത്തിന്റെ മുഴുവൻ തുടക്കം ഈ തിരുവനന്തപുരത്ത് നിന്നാണ്. അവിടെ അയ്യങ്കാളി എന്തൊരു മനുഷ്യനായിരുന്നു നോക്കുക, എന്തൊരു മനുഷ്യനാണ്. പഞ്ചമരായിട്ട് കരുതപ്പെട്ടിരുന്ന മനുഷ്യരെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാൻ അവകാശം വേണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ തമ്പുരാന്മാര് പോകുന്ന വില്ല് വണ്ടിയിൽ ഞാൻ അങ്ങ് വരും എന്ന് പറയുകയും പോവുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ആർജവുള്ള ഒരു രാഷ്ട്രീയക്കാരനെ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടോ കേരളത്തിൽ? അയ്യങ്കാളിയെ പോലെ ആളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന രാജാവിന്റെ പ്രതിനിധി സഭയിൽ അംഗമായി തീരുന്നത്. ഈ പേര് മാറ്റിയ VJT ഹാളിലാണ് ഈ സഭ ചേർന്നിരുന്നത്. ശ്രീമൂലം പ്രജാസഭ. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആ മനുഷ്യൻ അവിടെ നടത്തിയ പ്രസംഗങ്ങളുണ്ട്. നമുക്കൊക്കെ ഭയങ്കര അക്ഷരാഭ്യാസമല്ലേ? നമ്മളെപ്പോലെ വിദ്യാഭ്യാസവും വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? പക്ഷെ ഇങ്ങൾക്ക് അതൊന്നും അറിഞ്ഞൂടായിരുന്നു. അദ്ദേഹത്തിന് സാക്ഷരനേ ആയിരുന്നില്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുണ്ട്, നോക്കണം എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരുന്നത്. ഇതാണ് വിമതത്വം എന്ന് പറയുന്നത്. അങ്ങനെയുണ്ട് വിമതത്വത്തിന്റെ. ഞാൻ പറയുന്നത് വിമതത്വത്തിന് ഇങ്ങനെ ഒരു മഹാചരിത്രമുണ്ട്. അല്ലാതെ കണ്ണൂരിൽ നിന്ന് വരുന്ന കുറെ ആളുകൾ വന്നിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് 9 ചില്ലാനം വർഷമായിട്ട് കേരളം ഭരിക്കുന്നു, അതൊക്കെ അവര് ചേർന്ന് കണ്ടെത്തിയാണ് കേരളം എന്നല്ല. കേരളം ഇങ്ങനെ ഉണ്ടായതാണ്. കേരളത്തിലെ കമ്മ്യൂണിസം ഇങ്ങനെ ഉണ്ടായതാണ്. എവിടെ നിന്നാണ് VS വരുന്നത്? VS വരുന്നതിന് മുമ്പ് അവിടെ ചെന്നിട്ട് VS-ന്റെ ബാല്യകാലത്ത് എന്താണ് അമ്പലപ്പുഴ. VS അമ്പലപ്പുഴക്കാരനാണല്ലോ. എന്താണ് അമ്പലപ്പുഴ? അമ്പലപ്പുഴയിൽ ആത്മവിദ്യാ സംഘമുണ്ട്. ആത്മവിദ്യാ സംഘത്തിന് ഇപ്പോഴൊരു മേൽവിലാസം ഉള്ളത് അത് ഊരാളുങ്കൽ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന, എനിക്കറിയില്ല രമ പറയട്ടായിട്ട് ബാക്കി കാര്യം ഞാൻ അതിലൊന്നും പറയാൻ പോകുന്നില്ല, എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടീവ് സൊസൈറ്റി ഉണ്ടാക്കിയ ഒരാളായിട്ടാണ് വാഗ്ഭടനെ കുറിച്ച്. വാഗ്ഭടനത്തിൽ അദ്ദേഹം 1920 ആത്മവിദ്യാ സംഘം ഉണ്ടാക്കുന്നു. ആത്മവിദ്യാ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല ഈ തിരുവിതാംകൂർ ആയിരുന്നു. അമ്പലപ്പുഴയും ആലപ്പുഴയുമായിരുന്നു. പുന്നപ്പുഴയിലൊക്കെ അതിന്റെ വലിയ കേന്ദ്രമായിരുന്നു. അവിടുന്നാണ് ഒരുപാട് പേര് പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വൈക്കത്തുകാരനായിട്ടുള്ള P. കൃഷ്ണപിള്ള ആലപ്പുഴ പോയപ്പോ അവിടുന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരാൻ ഇടയായത്. ആണല്ലോ, കൃഷ്ണപിള്ള എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ, ഉണ്ടല്ലോ, കേരള ചരിത്രത്തിലുണ്ട് ഒരു P. കൃഷ്ണപിള്ള. 42 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ, 42 കൊല്ലം. അതിനിടയിൽ അദ്ദേഹം ആലപ്പുഴക്കാരനല്ല, പലരും അങ്ങനെ വിചാരിക്കണ്ട. അല്ല, വൈക്കത്തുകാരനാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ പോയപ്പോ ഇത്രയൊക്കെ ആളുകൾ VS-ന് മുമ്പുള്ള അത്രയും ആളുകൾ, എനിക്കറിയാവുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പോ എനിക്ക് എത്ര പേരെ അറിയാമായിരുന്നു VS-ന് മുമ്പ് മരിച്ചു പോയിട്ടുള്ള എത്ര ആൾ, ഒരുപാട് പേര് എനിക്ക് ഇതായിട്ട് അറിയായിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ഇതൊക്കെ. പഴയ കാലത്ത് ചെറുപ്പത്തിൽ ഇതൊക്കെ കുറെ നടന്നു തീർത്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആള് വന്നത്. അന്നൊരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് വാഗ്ഭടാനന്ദ ഗുരു എന്നാണ്. അദ്ദേഹം നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ആത്മവിദ്യാ സംഘം. 1920 ഒരേ സമയത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മലബാറും ഈ പറയുന്ന ആലപ്പുഴയും മറ്റും കേന്ദ്രീകരിച്ച് തിരുവിതാംകൂറിലും പ്രവർത്തിക്കുന്നത്. ആ സന്യാസിയുടെ മുദ്രാവാക്യം ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ എന്നാണ്. അനീതിയോടെ എതിർക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് VS-നെ മനസ്സിലാവുന്നില്ലേ? കാരണം VS-ന്റെ ഒറ്റ മുദ്രാവാക്യം അത് മാത്രമായിരുന്നു. CPM-ന് അകത്തായിരുന്നാലും CPM-ന് ഇഷ്ടമില്ലാത്ത കാലത്തായിരുന്നാലും പിണറായിയുടെ ചാട്ടവാറുകൾക്കിടയിലായിരുന്നാലും VS-ന് ഒറ്റ മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ, അത് അനീതിയെ എതിർക്കുക എന്നുള്ളത്. അനീതിയെ എതിർക്കുക, അതാണ്. മനുഷ്യനായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനീതി എതിർത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്ത് പൊതുപ്രവർത്തനം? മറ്റത് മുഴുവൻ കൊള്ളയാണ്. ഇതാണ് നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കുന്നതിന്റെ പേരായിട്ട് പൊതുപ്രവർത്തനം മാറിയത് ഈ അടുത്ത കാലത്താണ്. VS അച്യുതാനന്ദന്റെ ഈ മരണം വരെ അദ്ദേഹത്തെ ഒന്നും അത് ബാധിച്ചിട്ടില്ല. കാരണം അവരുടെ രാഷ്ട്രീയത്തിന് ഒറ്റ ഉള്ളടക്കമുള്ള അങ്ങനെയാണ് കമ്മ്യൂണിസം വേഗം പിടിച്ച ഇവിടെ ഇത്ര. ആലപ്പുഴയിലാണല്ലോ തൊഴിലാളി സംഘടന ഉണ്ടാകുന്നു. നിങ്ങൾ വാഗ്ഭടാനന്ദനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ സ്വാമിയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം നടത്തിയൊരു പണിയുണ്ട്. ഈ ചെറുകണ്ണൂരിൽ ഓട്ട് കമ്പനി തൊഴിലാളികൾ പണിമുടക്ക് നടക്കുന്നത്. എന്തിനാ പണിമുടക്കുന്നത്? ഈ 20-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 100 വർഷത്തിനിടയിൽ കേരളം എങ്ങനെ മാറി? 40 വണ്ടിയിൽ പോകുന്ന തമ്പുരാന്മാരല്ല കേരളത്തെ മാറ്റിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിനാണ് മനുഷ്യനെ ഭയപ്പെടുന്നത്? എന്തിന് മനുഷ്യനെ ഭയപ്പെടണം? നിങ്ങളൊരു പൊതുപ്രവർത്തനമായിരിക്കും, എന്തിനാണ് മനുഷ്യനെ ഭയപ്പെടുന്നത്? അപ്പോ ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ
അവസാന കാലത്ത് ഏതൊരു പണിയുണ്ട്. ഈ പറയുന്ന ചെറുവണ്ണൂരില്, ഈ പറയുന്ന രമയുടെ ജില്ലയിൽ ചെറുവണ്ണൂർ ഫറോക്ക് മേഖലയിൽ ഒരുപാട് ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു. അവിടുത്തെ ഓട്ട് കമ്പനി മുതലാളിമാരുടെ വാഴ്ചയായിരുന്നു. തൊഴിലാളികൾ അങ്ങേയറ്റത്തെ പീഡനത്തിൽ അതിൽ ഒരു തൊഴിലാളിയെ തെങ്ങിൽ പിടിച്ചു കെട്ടി അടിച്ചു മുതലാളി. തൊഴിലാളി മരിച്ചുപോയി. സമരം ഉണ്ടായി. ആ സമരസമിതിയുടെ ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വാഗ്ഭടാനന്ദൻ എന്നാണ്. മനസ്സിലായോ? അതാണ് പഴയ സന്യാസം എന്ന് പറയുന്നത്. അനീതിയോട് എതിർപ്പിൻ എന്ന കടലാസിൽ എഴുതിയിട്ട് അനുയായികളെ ഉത്ബോധിപ്പിക്കുകയല്ല. ഒരു തൊഴിലാളിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ചെറുവണ്ണൂർ ഫറോക്ക് മേഖലയിൽ സമരം നടക്കുമ്പോൾ ഞാൻ അതിന്റെ സഹായ സമിതിയുടെ അധ്യക്ഷനായിരിക്കും എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന സന്യാസിമാർ ഉണ്ടായിരുന്നു കേരളത്തിൽ. കാവി കൊടി കുടിച്ചിട്ട് ഹിന്ദുവിനെ നന്നാക്കാനല്ല. അങ്ങനെയുണ്ടോ? എങ്ങനെയാ ഒരു സന്യാസിക്ക് ഹിന്ദു അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയാ വേർതിരിക്കാൻ പറ്റുക? എനിക്കറിഞ്ഞൂടാ. ശ്രീനാഥിനെ വേർതിരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആർക്കും, പഴയ ഈ സന്യാസിമാർക്ക് ആർക്കും മനുഷ്യനെ അങ്ങനെ ഭേദം കൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഭേദം, ഇയാൾ ഹിന്ദുവാണ്, ഇയാളെ മുസ്ലിമാണ്, എങ്ങനെ കാണാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ പാരമ്പര്യം നിങ്ങൾ ശരിക്കും പിന്തുടരുകയാണെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് സാധ്യമല്ല. എങ്ങനെയാണ് മനുഷ്യനെ വേർതിരിക്കുക? മനുഷ്യനല്ലാത്ത ഒരു ഭാഗധേയത്തെ കുറിച്ച് എങ്ങനെയാണ് സങ്കല്പനങ്ങൾ ഉണ്ടാക്കുക? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തില്. അതുകൊണ്ടാണ് ഒരു ഇതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പി കൃഷ്ണപിള്ള ഉണ്ടായിത്തീരുന്നത്. കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസം എന്താണ്? അനീതിയോട് എതിർക്കുക എന്നുള്ളതാണ്. 42 കൊല്ലമാണ് അയാൾ ജീവിച്ചിരുന്നത്. അതാണ് 42 കൊല്ലം. അതിനിടെ പൊതുപ്രവർത്തനം നടത്തിയത് വളരെ ചുരുങ്ങിയ കാലമാണ്. കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും നിങ്ങൾ പഴയ ചരിത്ര പുസ്തകങ്ങൾ ഇടതുപക്ഷത്തിന്റെയും പുരോഗമന ഭാഗത്തിന്റെയും നേരെ വരുന്നു. ഈ പറഞ്ഞ വൈക്കത്തിന് വീട് വിട്ടു പോകുന്നു, പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് വീട് വിട്ടു പോകുന്നു, ഉത്തരേന്ത്യ പോകുന്നു, ഹിന്ദി പഠിക്കുന്നു, തിരിച്ചു വരുന്നു, കോൺഗ്രസ് ചേരുന്നു. വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാകുന്നു. 30-ൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് വന്ന കേരളത്തിലെ ആദ്യത്തെ വലിയ സമരജാഥയുടെ വളണ്ടിയർ ആവുന്നു. അങ്ങനെ കയറി വരുന്ന ഒരു കൃഷ്ണപിള്ളയുണ്ട്. കൃഷ്ണപിള്ള ഈ പറയുന്ന 48-ൽ മരിക്കുന്ന ദിവസം വരെ അയാൾ പുലർത്തിയിരുന്ന ഒരു നിശ്ചയമുണ്ട്. അതാണ് അനീതിയോടെ എതിർക്കുക എന്നുള്ളത്. അനീതിയെ എതിർക്കുക അതാണ്. അല്ലാതെ മാർക്സിസ്റ്റ് പാഠപുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എഴുതിയെടുത്തിട്ട് അങ്ങനെയല്ല. അനീതിയെ എതിർക്കുക എന്നുള്ളതാണ്. അനീതി എതിർക്കുക. ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് വഴി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടക്കുന്ന ഇങ്ങനെയൊക്കെ കെട്ടുപോയത്? എന്തുകൊണ്ടാണ് ചീഞ്ഞഴുകി അതിന്റെ ഏറ്റവും വലിയ ദുർഗന്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സമയത്ത് നമ്മളിവിടെ കൂടിച്ചേരുന്നത്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നേപ്പാളിൽ കാണുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ വീട് ചുട്ടുകളയാണ് കുട്ടികൾ ചേർന്നിട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾ കത്തിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിത്തീർന്നാണ്. ഒരു വിപരീത കമ്മ്യൂണിസം ഉണ്ട്, സംഘടനാ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിന്റെ മഹാനായ പ്രവാചകനാണ് ഈ കഴിഞ്ഞ 9 കൊല്ലത്തിൽ ചില്ലാനുമായിട്ട് കേരള മുഖ്യമന്ത്രിയായിട്ട് കേരളത്തെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സംഘടനയുടെ കമ്മ്യൂണിസം. എന്ത് കമ്മ്യൂണിസമാണ് അത്? അങ്ങനെയുണ്ടോ ഒരു കമ്മ്യൂണിസം? ഒരു സംഘടന ഉണ്ടാവുക, നിങ്ങൾക്ക് അതിന് വില കുറെ ഈ പറയുന്ന വലിയ 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 നേതാക്കന്മാരുണ്ടാവുക, അവരുടെ ഈ കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ. അതാണ്. അങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണം ഞാൻ പറയും. അത് KCS മണി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അവിടെ ജെയിംസ് ഒക്കെ തലവെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലുള്ള പത്രപ്രവർത്തകരിലെ പഴയ തലമുറയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൃത്യമായിട്ട് അറിയാം. KCS മണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളൊരു അമ്പലപ്പുഴക്കാരനായിരുന്നു. അയാള് 1947 ജൂലൈ മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു പണിയെടുത്തു. ഇപ്പോഴത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജില് അന്നൊരു സ്വാതി തിരുനാൾ സംഗീത സദസ്സ് നടന്നിട്ട് ദിവാൻ സർ CP രാമസ്വാമി അയ്യര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മണി കൊടുവാളിൽ വെട്ടിയാണ്. മണിക്കന്ന് 25 വയസ്സ്. അന്ന് തീർന്നതാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഔദ്ധത്യം. ആണ് ഞാൻ കണ്ണൂരുള്ള ഞാൻ പറയുമ്പോഴും ചരിത്ര വസ്തുത നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞാൻ ഒരു കലർപ്പുമില്ലാത്ത വസ്തുതകളാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവുള്ളൂ. അതിനു മുമ്പ് എന്താ ബാലരാമവർമ്മ പറഞ്ഞിരുന്നത്? ഇപ്പോൾ തിരുവിതാംകൂറുകാർക്ക് വലിയ ബഹുമാനമാണ് ഈ രാജാവിന്. എനിക്കൊരു രാജാവിനോട് ഒരു ബഹുമാനം ജീവിതത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ ബുദ്ധിയും ബോധവുമായിട്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവാനും ഇടയില്ല. ഒരു രാജാവിനും വഴങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു മനുഷ്യനുമില്ല പുതിയ കാലത്ത്. അപ്പോ ബാലരാമവർമ്മയായിരുന്നു രാജാവ്. ബാലരാമവർമ്മ എന്താ 46-47 കാലത്ത് പറഞ്ഞിരുന്നത്? സ്വതന്ത്ര തിരുവിതാംകൂറായി നിൽക്കുന്നതാണ്. അങ്ങനെയാണ് അമേരിക്കൻ മോഡൽ പ്രഖ്യാപനം ഉണ്ടായത്. ഓർക്കുന്നുണ്ടോ? നമ്മൾ കേരളം, തിരുവനന്തപുരം, തിരുവിതാംകൂർ ഓർക്കുന്നുണ്ടോ?
അതുകൊണ്ട് ഞങ്ങള് വൈസ്രോയ്ക്ക് കത്തെഴുതിയതാണ് രാജാവ്, തിരുവിതാംകൂർ രാജാവ് കത്തെഴുതിയതാണ്. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങൾ തനിച്ച് നിൽക്കാൻ പോകുന്നതായിട്ട് കത്തെഴുതി. പക്ഷേ 47 ജൂലൈ 25-ന് KCS മണി എന്ന് പറയുന്ന 25-കാരനായിട്ടുള്ള അമ്പലപ്പുഴക്കാരൻ സ്വാമിക്ക് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അയാള് രാമസ്വാമി അയ്യരാണ് ബാലരാമവർമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് മനസ്സിലാക്കി രാമസ്വാമി അയ്യരെ വെട്ടുകയും അന്നത്തെ ദിവസം ബാലരാമവർമ്മ എന്ന് പറയുന്ന രാജാവ് ഞങ്ങൾ ഇന്ത്യ യൂണിയനിൽ ചേരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനിച്ചതാണ് ഇവിടുത്തെ രാജഭരണം. അങ്ങനെയാണ് ചരിത്രം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അനീതിയെ മുഖാമുഖം നേരിട്ട മനുഷ്യന്മാർ ചേർന്നുണ്ടാക്കി തീർത്തിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഈ കേരളം ഉണ്ടായത്, ഐക്യ കേരളം ഉണ്ടായത്. മണിയോട് നീതി ചെയ്യുന്നു കേരളം. മണി അനാഥനായിട്ടാണ് മരിച്ചത്. അവസാന കാലത്ത് മണിയെ നോക്കാൻ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നു. 87-ലോ മറ്റോടെ, എനിക്ക് എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല, 87-ലോ മറ്റോടെ അദ്ദേഹം മരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഒരുപാട് കാലം അദ്ദേഹം പിന്നെ ജീവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ അനീതിയോടെ നിൽക്കുന്ന ഒരു വിമതത്വത്തിന്റെ ഒരു വലിയ വഴിയുണ്ടായിരുന്നു കേരളത്തിൽ. അതാണ് കേരളത്തെ ഈ പുതിയ കേരളമാക്കുന്നത്. അത് തിരിഞ്ഞു പോവുകയാണ്. എവിടത്തേക്ക്? മാടമ്പിത്തത്തിലേക്ക്, പണത്തിന്റെ ഔദ്ധത്യത്തിലേക്ക്, എല്ലാം തിരിഞ്ഞു നടപ്പാണ്. ഇനിയിപ്പോ പത്രത്തിൽ കണ്ട ഒരു കാര്യം വെച്ചാൽ ബഹുമാനപ്പെട്ടാന്ന് ചേർക്കണം എന്നാ പറയുന്നത്. അല്ലേ? മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിന്റെ കൂടെ ബഹുമാനപ്പെട്ടാന്ന് ചേർക്കണം എന്നാ പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ മാന്യന്മാരുടെ പേരിന്റെ കൂടെ ബഹുമാനപ്പെട്ടാന്ന് ചേർക്കുക? ഇപ്പോഴാണല്ലോ ഈ പുതിയ നടപ്പ് വന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്ന പങ്കെടുത്തിരുന്ന പൊതുയോഗ നോട്ടീസ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് സർവശ്രീ എന്നാ എഴുതുക. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നത്. മലയാളിക്കും ഇന്ത്യക്കാർക്കും ഒന്നും തീരെ മനസ്സിലാവാത്തത്. ഒരാൾ ഒരു വോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ അസ്ഥിവാരം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം. അങ്ങനെയാണെങ്കിൽ സർവരും ശ്രീ ആയിരിക്കുന്നു. ഈ രാജാക്കന്മാർക്ക് എന്തൊക്കെ പദവി ബിരുദങ്ങൾ ഉണ്ടായിരുന്നു? മാന്യ രാജ, രാജശ്രീ എന്ന്, ബ്രഹ്മശ്രീ, പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ പോവുകയും എല്ലാവരും ശ്രീയായി തീരുകയും ചെയ്തതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് അതറിയാം. രാഹുൽ ഗാന്ധിയുടെ അനുയായികൾക്ക് അത് അറിയാമോ? എനിക്കറിയില്ല. തെളിവ് വേണം, അതാണ് വിശ്വസിക്കണമെങ്കിൽ. രാഹുൽ ഗാന്ധിയുടെ അനുയായികൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാള് വെയിൽ കൊണ്ട് നടക്കുകയും മറ്റു പലരും മുഴുവൻ സമയവും മൊബൈൽ ഫോണിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയെ നമ്മൾ റോട്ടിലേ കാണുന്നുള്ളൂ കഴിഞ്ഞ കുറെ വർഷമായിട്ട്. കാരണം അയാൾ മുഴുവൻ സമയം റോട്ടിലാണ്. അയാൾക്ക് ജനാധിപത്യം സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. അതുകൊണ്ട് അയാളൊരു പഴയ വഴിയിൽ പോവുകയാണ്, ഒരു ഗാന്ധിയൻ വഴിയിൽ പോവുകയാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഒടുവിൽ വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ അവർ മുഴുവൻ സമയവും പ്രത്യേകിച്ച് രാത്രിയാകുമ്പോഴും മൊബൈൽ ഫോണിന്റെ ഉപയോഗമോ ദുരുപയോഗമോ എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ ഒന്നും വിധി പറയാൻ ഒരാളില്ല. ഒരു പക്ഷെ ഉപയോഗവും ദുരുപയോഗവും തമ്മിൽ അതിർത്തികൾ വളരെ നിർത്തുകയാണ്. അതാണ് അതിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർവശ്രീ ആയിരിക്കുക എന്നുള്ളത്. എല്ലാവരും ശ്രീ ആയിരിക്കുക. മുഖ്യമന്ത്രി ആയിരുന്നാലും ഈ പറയുന്ന റോട്ടിൽ, ചാലയിൽ ചുമടെടുക്കുന്ന ഒരാളും ഒരുപോലെ ശ്രീ ആയിരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് പുലരണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ എല്ലാ കാലത്തും ഒരു വിമതനായിരുന്നു. എല്ലാ കാലത്തും അദ്ദേഹം വിമതനാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിമതനാണ്. നേരത്തെ PC ജോർജ് പറയുന്നുണ്ടായിരുന്നു മതികെട്ടാനിൽ പോയി. നല്ല കാര്യം. ഏത് രാഷ്ട്രീയക്കാരും പോയിട്ടുണ്ട് മതികെട്ടാനിൽ. എല്ലാ സ്ഥലത്തും പോയി. കയ്യേറ്റങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയി. സ്ത്രീകൾ എത്ര അഴിമതി കേസ് നടത്തിയിട്ടുണ്ട് മനുഷ്യൻ. കോടതി വരാന്തേന്ന് ഇറങ്ങാൻ സമയം ഉണ്ടായിട്ടില്ല VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ ഈ പറയുന്ന കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വന്നതിന് ശേഷം ആ മനുഷ്യൻ ഈ ഉള്ളടക്കത്തിലേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് പേര് പ്രസംഗിക്കാണ്ട് കടന്നു പോകുന്നില്ല. എല്ലാ കാലത്തും മലയാളിയുടെ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്ന മലയാളിയുടെ വിമതത്വത്തിന്റെ ഈ മഹാപാരമ്പര്യത്തിലെ ഒടുക്കത്തെ കണ്ണികളിൽ ഒരാളാണ് ഇപ്പൊ അടുത്ത ദിവസം ഇല്ലാതായത്. അതാണ് VS. മുഖ്യമന്ത്രി ആയിട്ട് എന്താ ചെയ്തത്? മുഖ്യമന്ത്രിയായിട്ട് കസേല മുറിക്കുന്ന പണി ചെയ്ത വേറൊരാൾ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാലത്താണ്. അതാണ് നമുക്കിപ്പോ കൃഷിഭൂമിയെ കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയുമില്ല കേരളത്തിൽ. അവിടെ എനിക്കൊരു രാഹുൽ ഗാന്ധി ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ.
ഞാൻ രാഹുൽ ഗാന്ധിയുടെ കുറിച്ച് പറയേണ്ടി വരുന്നത് ബാക്കി എല്ലാവരെയും കൊള്ളരുതാത്ത ആളുകളായി പോയതുകൊണ്ട്. ഇപ്പൊ അടുത്ത ദിവസം രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ ബീഹാറിലെ യാത്രക്കിടയിൽ രാത്രിയോ മറ്റോ വെച്ച് കുറച്ച് കുട്ടികളുമായിട്ടൊരു മീറ്റിംഗ് നടത്തി. എന്നുവെച്ചാൽ കുട്ടികളോട് സംസാരിക്കുന്ന ഒരു ക്ലോസ്ഡ് മീറ്റിംഗ്, വളരെ അടുത്ത കുട്ടികളോട് സംസാരിക്കുന്നു, കുട്ടികളോട് ചായ കുടിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആരായി തീരാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ചോദിച്ചപ്പോൾ കുട്ടികള് പട്ടാളമാകണം, മറ്റേ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, പല ആഗ്രഹങ്ങൾ പറഞ്ഞു കുട്ടികൾ. അപ്പൊ കുട്ടികളോട് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങള് ഭക്ഷണം കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെ ആരെങ്കിലും ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർഷകൻ ഉണ്ടാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും കർഷകനാകണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വേണ്ടേ? ഇതാണ് യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാളിലൊരു ഗാന്ധി ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത്. എത്ര ഗാന്ധി ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാവുന്ന ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധിയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉണ്ട്. അന്നം വേണമെങ്കിൽ അത് ഉണ്ടാക്കുന്നവൻ പിന്തുണക്കപ്പെടണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഈ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 96 അദ്ദേഹത്തെ വെട്ടുകരത്തിലാണെന്നാണ് ആക്ഷേപിച്ചത്. അന്നത്തെ മാധ്യമങ്ങൾക്ക് ഈ ദൂരക്കാഴ്ച വളരെ കുറവാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഒരു സമയപരിധി 24 മണിക്കൂർ. അതിനിടയിലാണ് അവർക്ക് ഇതെല്ലാം കൊണ്ടു നടക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് പക്ഷേ ഇപ്പൊ നോക്കൂ, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നെൽകൃഷി. നെൽകൃഷിക്കാർ പാടത്തിന് തീ കൊടുത്തിട്ട് സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. നെല്ലുണ്ടാക്കുന്നു, കഷ്ടപ്പെടുന്നു, രാവ് പകല്. അവസാനം ഈ പറയുന്ന പണം, ഈ സംഭരിക്കാൻ ആള് വരുന്നു, പണം കിട്ടില്ല. എന്ത് ചെയ്യും അയാൾ? നെൽകർഷകർ. ഞാൻ ഇടക്കാലത്തെ UDF ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സേവനാഥൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സാമ്പത്തിക അജണ്ടയെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഈ ഘോരമായ വർത്തമാനം ഉണ്ടല്ലോ, നിങ്ങളുടെ സേവന മേഖല, നിങ്ങളുടെ വ്യവസായ മേഖല, നിങ്ങള് ഈ പ്രാഥമികമായ ഉത്പാദന മേഖലയെ കുറിച്ച് സംസാരിക്കുകയും കാഴ്ചപ്പാടില്ലാത്ത നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? പ്രാഥമിക ഉത്പാദന മേഖല ശ്രദ്ധിക്കാത്ത ഒരു ജനതക്ക് മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളെങ്കിലും കണ്ടു പഠിക്കുക. എന്തുമാത്രം പ്രോത്സാഹനമാണ് കർഷകന് ലഭിക്കുന്നത് അമേരിക്കയിൽ. നിങ്ങൾ ഈ പറയുന്ന ന്യൂയോർക്ക്, വാഷിങ്ടൺ പോലുള്ള നഗരങ്ങളുടെ പളപളപ്പ് കാണുമ്പോൾ അതിന് അപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെ കർഷകന് കൃഷിയുണ്ട്. അത് പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന സർക്കാരുകൾ മാത്രമേ അമേരിക്കയിൽ ഉണ്ടാകുന്നുള്ളൂ. കേരളത്തിൽ എന്താ നടക്കുന്നത്? ഇന്ത്യയിൽ എന്താ നടക്കുന്നത്? 96, 97 കാലത്ത് അച്യുതാനന്ദൻ ഈ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെൽവയലുകൾ തരം മാറ്റാൻ വിടില്ല എന്നുകൊണ്ട് അദ്ദേഹത്തിന് സമരത്തിന് നേതൃത്വം കൊടുത്തത്. VS അച്യുതാനന്ദൻ ഈ വർഷം മരിച്ചു. അദ്ദേഹം 100-ലധികം വർഷം ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കടന്നു പോകാൻ സമയത്ത് അദ്ദേഹം പോയി. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എത്രയോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാല്. അതുകൊണ്ടാണ് VS-നെ ഈ പറയുന്നത് നമുക്ക് ഇങ്ങനൊരു മഹാപൈതൃകത്തിന്റെ, ശ്രീനാരായണനോ അതുപോലുള്ള സാലുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു മഹാവിമത പൈതൃകത്തിന്റെ ഒടുവിലെ കണ്ണിയാണ്. VS ആണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ദിവസം തന്നെ അതിനൊരു ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. സംഘടിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നതിനപ്പുറം അദ്ദേഹം ഈ നിലയിലൊരു വിമതത്വത്തിന്റെ പ്രതിനിധാനവും ആൾരൂപവുമായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിയെ വകവച്ചിട്ടില്ല അദ്ദേഹം, സംഘടനയെ വകവച്ചിട്ടില്ല. എന്തിന് പാർട്ടിയും സംഘടനയും? ഇങ്ങനെ ഒരാൾ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് AK ഗോപാൽ എന്നാണ്. കുടിയിറക്കപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ട് സമരത്തിന്, അനിശ്ചിതകാല നിരാഹാര സമരത്തിന് അവിടെ കയറി ഇരിക്കുമ്പോ ഈ കുടിയിറക്കപ്പെട്ട മനുഷ്യര് കമ്മ്യൂണിസ്റ്റുകാരാണോ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അവര് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു. പക്ഷെ അവര് മനുഷ്യരാണ്. അങ്ങനെയുണ്ടോ ഒരു ലോകം? അങ്ങനെയുണ്ടോ ഒരു പൊതുപ്രവർത്തനം? അങ്ങനെയുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം? മനുഷ്യനെ പാർട്ടി വെച്ച് ഭാഗിച്ചിട്ട് അങ്ങനെയുണ്ടാവോ? നിങ്ങൾ പൊതുപ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിക്കാനുള്ള ഒരു മനോഭാവം മിനിമം കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യ യുഗത്തിന് പറ്റാത്ത ഒരാളാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ പ്രസിദ്ധരായിട്ടുള്ള മുഴുവൻ, അവിടെയാണ് ഞാൻ ഈ ഉമ്മൻചാണ്ടിയെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെ കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അങ്ങനെ കാണാൻ കഴിയണം. മനുഷ്യര് മുഴുവനും പൊതുവായിട്ട്, അങ്ങനെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, പാർട്ടി ഇല്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ എവിടെ പാർട്ടി? അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ദിവസം ഇളകി വന്നിട്ട്
ആ പുഷ്പകുമാർ ദഹൽ എന്ന് പറയുന്ന പ്രചണ്ഡ മാവോയിസ്റ്റ് കമാൻഡർ ആയിരുന്നു. ആ പേര് പ്രചണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീല ടീച്ചർക്കൊക്കെ അത് കൃത്യമായിട്ട് വിശദീകരിക്കാം. പ്രചണ്ഡത എന്ന് പറയുമ്പോൾ അതിനപ്പുറം അത് ഈ പറയുന്ന ഈ മേഖലയിലെല്ലാം ഈ ഏഷ്യാറ്റിക് ഈ പറയുന്ന പൊതു പൈതൃകം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രചണ്ഡത എന്നതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. അത് സ്വന്തം നാമമായിട്ട് സ്വീകരിച്ച ഒരാളാണ് ഈ പുഷ്പകുമാർ ദഹൽ എന്ന് പറയുന്നയാള്. പ്രചണ്ഡ വീട് തീ വെച്ചു നാട്ടുകാരറിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. ജനങ്ങൾക്ക് സഹിക്കാനാവുന്ന ഒരു ദിവസം വരും. അന്ന് 40 കാറ് പൊട്ടിട്ട് 400 കാറ് വരെ ഒരാളെയും രക്ഷിക്കാൻ പോകുന്നില്ല. ആ ഒരു ബോധം ഉണ്ടായിരുന്നു വി എസ്. അതുകൊണ്ടാണ് മരിച്ചപ്പോൾ ആളുകൾ മുഴുവൻ വി എസിനെ അന്വേഷിച്ചു വന്നതും വി എസിന് വേണ്ടി കരഞ്ഞതും. ഒരുപക്ഷെ നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഓർക്കുന്നത് തന്നെ അബദ്ധമാണ്. ഉത്തരവാദിത്തം സ്വന്തം ചുവലുകളിൽ സ്വന്തം കൈകളിൽ ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്ത ഒരു ജനതയുടെ ഒരു ആത്മനിന്ദയുടെ പ്രകടനമാണ് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ. കാരണം വി എസ് ഉണ്ടായിരുന്നു. വി എസ് ഉണ്ട്. അതാണ് നിങ്ങള് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാലത്തെയും വലിയ ഒരാളുണ്ട്. അവരുടെ പേര് റോസ ലക്സംബർഗ് എന്നാണ്. കുറച്ച് വയസ്സ് 30 ചില്ലാനും വർഷങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. റോസ തന്റെ അവസാന കാലത്തെ എഴുതുമ്പോ ഞാൻ ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നൊരു വാക്യം എഴുതിയിട്ടുണ്ട്. അത് എത്ര കൃത്യമാണെന്ന് ഞാൻ ഓരോ ദിവസവും ഓർക്കാറുണ്ട്. കാരണം റോസ ഉണ്ടായിരുന്നു, ഇപ്പോഴും റോസ ലക്സംബർഗിനെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾക്ക് ആധുനിക രാഷ്ട്രീയ വിശകലന പദ്ധതികൾ, പ്രത്യേകിച്ച് ജനാധിപത്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. റോസ എല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ വി എസ് ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾക്ക് എന്താണ് ചെയ്യാനാവുക? ഇപ്പൊ ഈ കൺമുമ്പിൽ അനകേറുന്ന ഈ പറയുന്ന അനീതികൾക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അനേകം ചോദ്യങ്ങളാണ് വി എസിനെ ഓർക്കുമ്പോൾ നാം നമ്മെ മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് വി എസിന്റെ ഓർമ്മകൾ പലതരത്തിൽ നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിൽ ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് വി എസിന്റെ ഓർമ്മകൾ നമ്മൾ ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ്. കാരണം വി എസ് ഒരു പാർട്ടിയുടെ ആളാണ് എന്ന് കരുതാനേ വയ്യ. വി എസ് പാർട്ടിയുടെ ആളായിരുന്നെങ്കിൽ വി എസിന്റെ ജീവിതത്തിൽ നാം ഈ ഘട്ടങ്ങളൊന്നും കാണുകയില്ല. വി എസ് ഏറ്റെടുത്ത ഈ മുദ്രാവാക്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക പാർട്ടി, അതാണ് ആ മനുഷ്യൻ. അതാണ് ചില മനുഷ്യരുടെ ഒരു കൊള്ളരുതായ്മ എന്നൊക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറയാണ്. ഞാനൊരു പ്രത്യേക ആക്ഷൻ എടുത്തു, അതോടുകൂടി മറ്റേയാളൊക്കെ രക്ഷപ്പെട്ടു. എന്ത് വർത്തമാനമാണിത്? ഇപ്പൊ ഞങ്ങളിപ്പോ ഞാനീ കണ്ണൂരിലാണല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കളരി പാരമ്പര്യമൊക്കെ ധാരാളമുണ്ട്. ഞാനും ഒക്കെ അത്തരം സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ്. ഞങ്ങളൊന്നും ഇതുവരെ ഇങ്ങനെ ആളുകൾ വീമ്പ് പറയുന്നത് കേട്ടിട്ടേ ഇല്ല. മുഖ്യമന്ത്രി ഇത്രയും വീമ്പ് പറയുന്നു. എന്ത് സന്ദേശമാണ് ഇതൊക്കെ ലോകത്തിന്? ഞാനൊരു പ്രത്യേക ആക്ഷൻ എടുത്തിട്ട് ആളുകളെ ഓടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആളുകളെ പ്രതിഷേധിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട്. ആളുകൾ പ്രതിഷേധിക്കുന്നു. പക്ഷെ കയറി തല്ലാൻ കൂടെ ആളുകളെ കൊണ്ട് നടക്കുന്ന ഒരു ജാഥ വരുന്നു. പിന്നെ ഈ ജാഥയെ കൊണ്ട് എന്താണ് ആവശ്യം? ഒരു ജാഥ നടത്തുന്നു. ഇങ്ങനെ സന്ദേശം ലോകത്തിന്, തങ്ങളുടെ പാർട്ടിയുടെയും ഭരണത്തിന്റെയും സന്ദേശം ലോകരെ അറിയിക്കാൻ, പ്രതിഷേധിക്കുന്നവനെ തല്ലാൻ. മഹാത്മാഗാന്ധിയുടെ ഉദാഹരണമുണ്ട്. എപ്പോഴൊക്കെയോ ടെലിവിഷൻ ചാനലിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഗതികേട് കൊണ്ട് പറയുന്നതാണ് വാസ്തവത്തിൽ. കാരണം ഇത് പറയേണ്ട ആരെങ്കിലും. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊന്നതിന് ശേഷം നടക്കുന്ന ലാഹോറിലെ കോൺഗ്രസിന്റെ AICC സമ്മേളനത്തിന് വേണ്ടി ലാഹോറിൽ തീവണ്ടി ഇറങ്ങിയ മഹാത്മാഗാന്ധിയെ കാത്ത് കരിങ്കൊടി പ്രകടനങ്ങൾ ഇരമ്പുകയായി. മഹാത്മാഗാന്ധിയെ കാത്തിട്ട് അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കരിങ്കൊടി പ്രകടനങ്ങൾ ഇരമ്പുകയായിരുന്നു. തീവണ്ടി ഇറങ്ങിയ മഹാത്മാഗാന്ധി കരിങ്കൊടി പ്രകടനം നടത്തുന്ന ആളുകളുടെ സമീപത്തേക്ക് പോവുകയും കറുപ്പ് മാലകൾ കൈകളിൽ വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് ഈ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ നിലപാടുകളോട് യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് അവരുടെ ജീവന് വേണ്ടി ഞാൻ ബ്രിട്ടീഷ് അധികാരത്തോട് യാചിക്കുക എന്നത് ഒരുപക്ഷെ ആ ചെറുപ്പക്കാരോട് പോലും ചെയ്യുന്ന
അവർ പ്രതീക്ഷിക്കാത്ത ഒരു അനീതിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഭഗത് സിംഗിനും സംഘത്തിനും വേണ്ടി ഞാൻ ബ്രിട്ടീഷുകാരോട് അവരുടെ ജീവന് വേണ്ടി യാചിക്കാതിരുന്നത് എന്ന തന്റെ നിലപാട് വ്യക്തവും സുവ്യക്തവുമായ ഭാഷയിൽ സംസാരിച്ചിട്ട് കരിങ്കൊടി പ്രകടനക്കാർക്കിടയിലൂടെ നടന്നു പോയ ഒരു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു 100 കൊല്ലം മുമ്പ്. ഇതാണ് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്ന് പറയും. നിങ്ങളെ കരിങ്കൊടി കാണിക്കാൻ വരുന്ന ഒരാള് നിങ്ങൾ ഒന്നും ചെയ്യില്ല. അതിന്റെ ഏറ്റവും വലിയ അടയാളം അയാളുടെ കയ്യിൽ ഒരു കൊടിയുണ്ട് എന്നുള്ളതാണ്. അയാളുടെ പ്രതിഷേധം അവിടെ തീരും എന്നുള്ള കാര്യം വളരെ പകൽ പോലെ വ്യക്തമാണ്. കാരണം കരിങ്കൊടി എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയതല്ല. നമ്മളെക്കാൾ വളരെ മെച്ചപ്പെട്ട ജനാധിപത്യ പ്രക്ഷോഭകാരികൾ ലോകത്തിന്റെ എല്ലാ കോണിലും കണ്ടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 നൂറ്റാണ്ടിലധികം കാലമായിട്ട് ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെയാണ് കരിങ്കൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കരിങ്കൊടിയായിട്ട് ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ ഒരു അവസരം അധികാരത്തിന് കിട്ടും എന്നൊരു സൗകര്യവും കൂടിയുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വിമതത്വത്തിന്റെ ഈ മഹാചരിത്രത്തിലെ ഈ അവസാനത്തെ യോദ്ധാവിനെയാണ് നമ്മൾ ഓർക്കുന്നത്. ഈ പടയാളിയെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിട്ടുവീഴ്ച എന്നൊരു വാക്ക് വി എസ് അച്യുതാനന്ദന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നത് പൊങ്ങച്ചം കുറെ അറിയാമായിരുന്നു അദ്ദേഹത്തിന്. എനിക്കും അറിയാം. ധാരാളം ആളുകൾക്ക് വി എസിനെ അറിയാത്ത എത്ര ആളുകൾക്ക് വി എസിനെ ഈ പറയുന്ന ഏത് മനുഷ്യനോട് ഉദാരമായി പെരുമാറുന്ന ഒരാളായിരുന്നു വി എസ്. അങ്ങനെ ഈ വി എസ് മരിച്ചതിന് ശേഷം എന്നോടൊക്കെ തന്നെ സംസാരിച്ച് എത്രയോ ആളുകളുണ്ട് അങ്ങേയറ്റം ഉദാരമായിട്ട് ആരോടും പെരുമാറുന്ന. ആ നിലയിൽ അദ്ദേഹത്തെ അറിയാവുന്ന എത്രയോ സഹസ്രം മനുഷ്യരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്കും അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ല ഇപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ മുമ്പിൽ ഒരു വഴിയാണ് എന്ന് പറയാനാണ് പക്ഷെ ഞാൻ കുറച്ചധികം സമയം സംസാരിച്ചത്. എങ്ങനെയാണ് കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്, എങ്ങനെയാണ് രാജവാഴ്ച ഇല്ലാതായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ആരായിരുന്നു KCS മണി എന്നുള്ള കാര്യം, ഇതൊക്കെ മറന്നു പോവുകയാണ്. അപ്പൊ മറന്നു പോകുന്ന ചരിത്രത്തിന്റെ ചില ഓർമ്മകൾ കൂടി ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതുകൊണ്ട് കേരളത്തിന് അടിയന്തരമായി ജനാധിപത്യം വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും വരുന്നു. ഇപ്പൊ നാടമ്പി വാഴ്ചയാണ് അതിന്റെ ഒടുവിലത്തെ അടയാളമായിട്ടാണ് ബഹുമാനപ്പെട്ട എന്ന്. ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട അയ്യപ്പ പണിക്കർ സാറിന്റെ ഒരു കവിതയുണ്ട്. അതൊക്കെ വായിച്ചാല് മോശമായിരിക്കും. അതേ ഈ ബഹുമാനപ്പെട്ടതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനെ ഇപ്പൊ എത്രയോ 20 വർഷമായി ഞാൻ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ന്യായാധിപന്മാരെ അല്ലാതെ ഹൈക്കോടതി, സുപ്രീം കോടതി തുടങ്ങിയിട്ടുള്ള ജുഡീഷ്യൽ പൊസിഷനിലുള്ളതിനെ അല്ലാതെ ഞാൻ ബഹുമാനപ്പെട്ട പരാമർശിക്കാറില്ല. അത് വളരെ ഭരണഘടനാപരമായി തന്നെ അവരെ ബഹുമാനപ്പെട്ട എന്ന് പരാമർശിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഒരു മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നമ്മൾ ബഹുമാനപ്പെട്ടാണെന്ന് കാണുന്നില്ല. 5 വർഷത്തെ പണി നമ്മൾ തീരുമാനിച്ചേൽപ്പിക്കുന്നവൻ ആരോ അവനാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും ആയിരിക്കുന്നത്, അല്ലെങ്കിൽ MLA ആയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജനാധിപത്യം നഷ്ടപ്പെട്ടു പോയൊരു ചരിത്രബോധം, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ തിരുവനന്തപുരത്തിന്റെ അസാധാരണമായ ഒരു രാഷ്ട്രീയ സാംസ്കാരിക വിമതത്വത്തിന്റെ ഒരു മഹാചരിത്രം ഒക്കെ ഓർമ്മിക്കാൻ തീർച്ചയായിട്ടും VSന്റെ ഓർമ്മകൾ പ്രയോജനപ്പെടുമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഇല്ലാതായിത്തീരുന്ന ദിവസം വരെയും VS എന്ന് പറയുന്ന മനുഷ്യന്റെ ഓർമ്മകൾ ഞങ്ങളെ വിട്ടുപോവുകയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൈതൃകം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ അനന്തര തലമുറകളോട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും കെട്ടകാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒത്ത മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് VSന്റെ ഓർമ്മകളെ എപ്പോഴും മുറുകെ പിടിക്കാമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനം